ബാംഗ്ലൂരിൽ നിന്ന് ഗോവ വരെ ഒരു യാത്ര പോവാണ്. ഈ യാത്രയിൽ നമ്മളുടെ കമ്പാനിയൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റെനോ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയാണ് എന്ന് പറയാം. ഇപ്പം ഞാനുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്ത് മടിക്കേരിയിലേക്കുള്ള ഫസ്റ്റ് ഡേ യാത്രയിലാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് റെനോയുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള ട്രൈബർ എന്ന് പറയുന്ന മോഡലാണ്. ഈ ട്രൈബറിന് ഏറ്റവും വലിയ പ്രത്യേകത വളരെ ബഡ്ജറ്റീവായിട്ട്, അതായത് 10 ലക്ഷത്തിനുള്ളിൽ നമുക്ക് കിട്ടാവുന്ന ഒരു അടിപൊളി 7 സീറ്ററാണ് എന്നുള്ളതാണ്. മാത്രമല്ല 2 സീറ്ററായിട്ടും 5 സീറ്ററായിട്ടും 7 സീറ്ററായിട്ടും 6 സീറ്ററായിട്ടും ഒക്കെ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകളുള്ള ഒരു വാഹനം കൂടിയാണ് എന്നുള്ളതാണ്. അതായത് അത്യാവശ്യം നല്ല പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വാഹനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 3 ദിവസമായിട്ടുള്ളൊരു യാത്രയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു റെനോയുടെ ഒഫീഷ്യൽസ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മടിക്കേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് നമ്മൾ അടുത്ത വാഹനത്തിലേക്ക് മാറും. അതിൻ്റെ അടുത്ത ദിവസം മറ്റൊരു വാഹനം. ഇങ്ങനെ 3 ദിവസങ്ങളിലും 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഈ യാത്രയിൽ റെനോയുടെ വാഹനം നമ്മളുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഷെഫിൻ ബ്രോയും ഉണ്ട്. ഹായ് ഷെഫിൻ ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. ഷെഫിൻ ബ്രോ 2ാം പ്രാവശ്യമാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അല്ലേ? നേരത്തെ ഏതിനായിരുന്നു നിസാൻ ജി ടി ആറിൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഷെഫിൻ ബ്രോ വീൽസ് ആൻഡ് വാഗൻസ് എന്ന് പറയുന്ന ചാനൽ നല്ല അടിപൊളി ചാനലാണ്. കാണാത്ത ആൾക്കാരൊന്ന് കണ്ടു നോക്കുക, പുള്ളിയൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഡ്രൈവറിനെ കുറിച്ച് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വാഹനമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു കാര്യം, ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ധാരാളം സ്ഥലമുണ്ട്. അതോടൊപ്പം തന്നെ 625 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയും ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കി കാണിക്കാം. കണ്ടോ, ധാരാളം സ്ഥല സൗകര്യമുണ്ട്. ഈ സീറ്റ് ഫോൾഡ് വെച്ചത് 7 സീറ്ററാക്കി അത്ര ഉണ്ടാവില്ല, പക്ഷേ നിലവിൽ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു വാഹനമാണ് എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വേരിയൻറ്റിലേക്ക് വന്ന സമയത്ത് 2 മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമതൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ രണ്ടാമതൊരു ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വയർലെസ് ചാർജിങ് പോർട്ടിനെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഒരു വലിയ മാറ്റമായിട്ട് എനിക്കെടുത്ത് പറയാവുന്നൊരു കാര്യമാണ്. കേട്ടോ, ഇവിടെയൊക്കെ നോക്കിയാൽ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു വാഹനമാണ് എന്നതാണ്. ഇൻറ്റീരിയർ ക്വാളിറ്റിയൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയാണ്. ഒരു 10 ലക്ഷത്തിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു 7 സീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡ്രൈവിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഒരു 2 മണിയൊക്കെ ആവുന്ന സമയത്താണ് ഒഫീഷ്യലി ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മളിത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മടിക്കേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. മടിക്കേരി അല്ലേ ഷെഫിൻ ബ്രോ? മടിക്കേരി. അവിടെയാണ് നമ്മളെ സ്റ്റോപ്പ്. പ്രൊണൗൺസിയേഷൻ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും, നമുക്ക് അറിയാത്തൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഷെഫിൻ ബ്രോ പോയിട്ടുണ്ടോ? ഇല്ലല്ല. അപ്പോൾ നമുക്ക് അവിടെയാണ് ഫസ്റ്റ് സ്റ്റോപ്പ് എന്തായാലും. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോഴത്തെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ട്രൈബറാണ്. ട്രൈബർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും ഗുണങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 18 km/ലിറ്റർ മൈലേജ് കിട്ടുന്ന കമ്പനി അവകാശപ്പെടുന്നുണ്ട്. 100 PS പവറുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെയുള്ള റെനോൻ്റെ ചില മോഡലുകളിലുള്ള എഞ്ചിൻ തന്നെയാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചൊരു അണ്ടർ പവറാണോ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. അതായത് പക്ഷേ നമ്മളൊരു കംഫർട്ടബിൾ ഡ്രൈവ്, അതുപോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഡ്രൈവ് എന്നൊക്കെ ഉള്ളൊരു ആശയം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഓക്കെയാണ്. ലൈക്ക് നമുക്ക് ഇപ്പം ഞങ്ങൾ ഏകദേശം 120 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഇത് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബാലൻസ്ഡാണ്. പാറുന്ന ഫീല്, അതൊരു ഹൈവേയിലാണ്, അതുകൊണ്ട് തന്നെ പാറുന്ന ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓക്കെയാണ് ഡ്രൈവ് ചെയ്യാൻ. പക്ഷേ ചില സമയത്ത് ഇപ്പം നമ്മൾക്ക് ലോവറിലൊക്കെ കുറച്ചൊരു പവർ കുറവുള്ള പോലെ, അപ്പോൾ ഒരു 7 ആളെ ഇരുത്തി പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ആശങ്ക മനസ്സിലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും വണ്ടി ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ഓക്കെ, ലൈക്ക് നമ്മൾ കോർണർ ചെയ്യുമ്പോഴും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അത്യാവശ്യം നല്ല പവറിൽ അപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ട്രൈബറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതാണ്. ഇനി നമുക്ക് അങ്ങോട്ടുള്ള യാത്രാ എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. അപ്പോൾ യാത്രക്കിടയിൽ ഞങ്ങൾ സ്വിച്ച് ചെയ്തായിരുന്നു. ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെഫിൻ ബ്രോ എങ്ങനെയുണ്ട് ട്രൈബർ? കൊള്ളാം. നമ്മൾ ഒരു ഒഴിഞ്ഞ ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് 100 കിലോമീറ്ററിന് അടുത്തായി. കണ്ടിന്യൂസ് ആയിട്ടൊരു 90+ ആണ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയാണ്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ ഓക്കെയാണ്. നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു കംഫർട്ട് ഫീൽ ഉണ്ട് ഹൈ സ്പീഡ് ആണെന്നുണ്ടെങ്കിലും. ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ലോ എൻഡ് മാത്രമാണ് ഒരു അതെ, കുറച്ച് RPM കയറ്റിയിട്ട് എടുക്കണം. അതെ.
ആ ഒരു പ്രശ്നം മാത്രം ഫീൽ ബാക്കിയെല്ലാം ഹാപ്പിയാണ്. ശരിക്കും 10 ലക്ഷത്തിന് അടിപൊളിയല്ലേ? പിന്നെ ഈ വേറെ ചോയ്സും ഇല്ല. അതായത് ഒരു നമുക്ക് അടിപൊളിയാന്ന് പറയാം. ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റും. വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത വലിയ ഫാമിലി. അതെ, ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് സിസ്റ്റം ഇവിടെ കാണാം. വയർലെസ് ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നു. 3 റോയിലും AC ഉണ്ട്. അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ലെഗ് റൂം ഒക്കെ വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സംഭവം കിട്ടില്ലേ? അടിപൊളിയാണ്, തീർച്ചയായിട്ടും പരിഗണിക്കാം. അപ്പൊ നമ്മളിതാ ഫസ്റ്റ് ഡേയില് അല്ലേ നമ്മൾ ഏകദേശം എൻഡ് ആവാൻ പോവാണ്. അതെ, ഡ്രൈവർ നമ്മൾ 2.5 മണിക്കൂറും കൂടി ഉണ്ട്. 2.5 മണിക്കൂറും കൂടി ഉണ്ട് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. രണ്ടാമത്തെ ദിവസം നമ്മളുടെ യാത്ര ഗോകർണ വരെയാണ്. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഗോകർണയിലേക്ക് ഏകദേശം 7 മണിക്കൂറോളം യാത്രയുണ്ട്. വലിയൊരു സ്ട്രെച്ചാണ്. ഈ യാത്രയിൽ മൊത്തം നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ധൈര്യം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു ഡേ ആണ് എന്ന് പറയാം. അത്രയും വലിയൊരു സ്ട്രെച്ചാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൈഗർ എന്ന് പറയുന്ന മോഡലാണ്. ഇന്ന് നമ്മൾ ഡ്രൈവർ ആയിരുന്നു. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് കൈഗർ എന്ന് പറയുന്ന റെനോയുടെ തന്നെ മറ്റൊരു മോഡലാണ്. ഇതൊരു 5 സീറ്ററാണ്, കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇത് ഓടിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ട്രൈബറിനിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൈഗർ എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യവും നമുക്ക് ചർച്ച ചെയ്യണം. ഞാനും ഷെഫിനാണുള്ളത്. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 10:30 ഒക്കെ ആവുന്ന സമയത്താണ് യാത്ര തുടങ്ങിയിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കയറാം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഫീലിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റിയറിംഗ് ടൈറ്റ് ആണെന്നുള്ള ഒരു സാധനം ഫീൽ ചെയ്തു. ഡ്രൈവറിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ? അതെ, കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നമ്മളൊരു നല്ലൊരു ഇന്നലെ ഡ്രൈവർ ആയിരുന്നു. കുറച്ചുകൂടി കോർണർ ചെയ്യാനൊക്കെ രസമായിരുന്നു. കോർണറിംഗ് ഒക്കെ അല്ലേ? കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ബെറ്റർ. പക്ഷേ ഇത് ഇൻഡിപെൻഡന്റ്ലി നോക്കുമ്പോൾ അത് വേറൊരു ക്യാരക്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കൈകർ കൊള്ളാം. നമ്മളിപ്പോൾ ഒരു 140 വരെയൊക്കെ ഓടിച്ചു നോക്കി. ആ സമയത്തും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പാടലൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും 140 വരെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഈ വണ്ടി വാങ്ങുമോ? ഇല്ല. അതാണ് അതിന് പ്രത്യേകത. നമ്മളത് ടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഓടിച്ചു നോക്കിയതാണ്. അങ്ങനത്തെ ഹൈവേ ആയതുകൊണ്ട് എന്നുള്ളതാണ്. ഫണ്ണാണ്, ഓക്കെ. പക്ഷേ നേരത്തെ നമ്മൾ ഡ്രൈവറിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അണ്ടർ പവർ ഫീലിംഗ് വരുന്നുണ്ട്. ഒരു ലോവർ പിടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആക്സലേഷൻ കൊടുത്തത് പുൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. പുതിയ കൈകർ വന്നിട്ടുണ്ട്. 2 പുതിയ വേരിയന്റുകൾ വന്നിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വയർലെസ് ചാർജിംഗ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പൊളിച്ചത് ശരിക്കും BMW കാണുന്നത്. എനിക്ക് സത്യം ഈ ബാക്കിയെല്ലാം നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമായില്ലേ? പെട്ടെന്ന് നമ്മൾ കയറി സ്ട്രൈക്ക് ചെയ്തൊരു സാധനം അത് തന്നെയാണ്. നല്ല രസമാണ്. പിന്നെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 300 കിലോമീറ്ററോട്ട് അടുത്തുള്ള ആയില്ലേ ഡ്രൈവ്? ഇന്നത്തെ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ 70 കിലോമീറ്ററും കൂടി ഉള്ളൂ നമ്മുടെ സ്ഥലത്ത് എത്താൻ. തുടങ്ങുമ്പോൾ ഒരു 250 ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ശരിക്കും ഒരു 10:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇന്നലെ നമ്മൾ വന്ന വഴി അടിപൊളിയായിരുന്നു. പക്ഷെ മറ്റുള്ളവരുടെ വഴിയിൽ മുഴുവൻ മഴ പെയ്തിട്ട് അവർക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ലൈക്ക് ഫുൾ വെള്ളവും സീനും. അതുകൊണ്ട് രാവിലെ എല്ലാവർക്കും കുറച്ച് ഷൂട്ടിംഗ് അവസരം കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10:30 ആകുമ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 3 മണിയായി. നമ്മൾ ലഞ്ച് കഴിച്ചു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോകർണ എത്താന്നുള്ളതാണ്. എന്നിട്ട് നാളെ അവിടെ നമ്മൾ ഗോവയിലേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ ഉള്ളത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നെഗറ്റീവ് എന്തെങ്കിലും ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ടൈറ്റിൻ്റെ ഒരു പ്രശ്നം തോന്നി. പിന്നെ സസ്പെൻഷൻ എനിക്ക് തോന്നുന്നു വെൻ കമ്പയറിംഗ് ടു ഡ്രൈവർ കുറച്ചും കൂടി ബെറ്റർ ഡ്രൈവർ ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ചോയ്സ് ഡ്രൈവറാണ്. റൈഡ് ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ഫീച്ചർ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സ്ഥല സൗകര്യം അല്ലേ, 7 സീറ്റർ എന്നുള്ളതിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പോസിറ്റീവ് സൈഡ് ഇതിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണ്. നമ്മളൊരു കംഫർട്ട് സോണിൽ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലി ഒക്കെ ആവുന്ന സമയത്ത് ഇത് ഓക്കെ റൈഡാണ്. സ്പേഷ്യസ് ആണ്. ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. നമ്മൾ ഡ്രൈവറിൽ അതായിരുന്നു ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്തു. ബാക്കിൽ ബൂട്ട് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കുറേ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. പിന്നെ കോമ്പാക്റ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ മാനുവർ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത്. ഇതിൽ വരുമ്പോൾ നമുക്ക് പവർ മോഡ് ഇട്ടാൽ കുറച്ചുകൂടി ഒരു പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് മോഡ് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം. മാഗ്നറ്റിന്റെ കോമ്പറ്റീഷൻ അല്ലേ ശരിക്കും? ഡയറക്റ്റ് കോമ്പറ്റീഷൻ, കസിൻ ബ്രദേഴ്സ്. അപ്പോൾ അതേ ഏറെക്കുറെ എനിക്ക് അങ്ങനെ കുറച്ചും കൂടി എന്താ പറയാ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ മാഗ്നറ്റും ഇതൊക്കെ ഇറങ്ങി തുടങ്ങി. മാഗ്നറ്റ് ഇപ്പൊ കുറെ റോട്ടിൽ കാണാം. അപ്പോൾ അതേ സാധനം തന്നെയാണ് ഇത്.
എനിക്ക് പേഴ്സണലി ഇന്റീരിയർ കുറച്ചുകൂടി എനിക്കിഷ്ടം കൈകറാണ്. ഒരു പ്രീമിയം ഇപ്പൊ ഒരു ലെതർ സെമി ലെതർ സീറ്റ് കൊണ്ടുവന്നു, സ്റ്റിയറിംഗിലും ലെതർ വന്നു, എല്ലാം കൂടി കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി രസമായിട്ട് തോന്നുന്നു. കൊള്ളാം. അപ്പൊ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. 4 മണിക്കൂർ ഇനിയും ഡ്രൈവ്. ഡേ 3 നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഗമയം എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്ന് എല്ലാവരും ലൈനപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷെഫിൻ ബ്രോ റെഡി അല്ലേ? അല്ലേ? അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ക്വിഡാണ്. നമുക്ക് ഗോകർണയിൽ നിന്ന് ഗോവ വരെ 4 മണിക്കൂറല്ലേ? 4 മണിക്കൂർ അത്രയൊക്കെ ഉണ്ടാവുക. അപ്പം അതിനിടയ്ക്ക് ലഞ്ച് കഴിക്കണം. നമ്മൾ മാനുവലാണ്. 3 ദിവസം നമ്മൾ മാനുവലാണ് ഓടിച്ചത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അതിനിടയിൽ നമുക്ക് ക്വിഡിനെ കുറിച്ച് സംസാരിക്കാം, നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അല്ലേ? അപ്പം 3-ാമത്തെ ദിവസമാണ് നമ്മുടെ ബാംഗ്ലൂർ ടു ഗോവ. ശരിക്കും നമ്മൾ ഗോകർണയിൽ നിന്ന് ഗോവയിലേക്കുള്ള യാത്രയാണ്. ക്വിഡാണ് നമ്മളുടെ കൂടെ ഉള്ളത്, ഒപ്പം ഷെഫിനുമാണ്. ഷെഫിനെ, ക്വിഡ് ഇപ്പം ഒരു 7 ലക്ഷം രൂപക്കാണെങ്കിൽ ഓൺ റോഡ് കിട്ടൂലേ? ഇപ്പോൾ ക്വിഡിൽ 2024 വന്ന സമയത്തുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിന് തൊട്ട് മുകളിൽ ഒരു വേരിയന്റിനും കൂടി കൊണ്ടുവന്നു. അവിടെ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റലാണ്, പിന്നെ ഡോർ കീ അൺലോക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, സെൻട്രൽ ലോക്കിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ആണ്, 8 ഇഞ്ച്. വേറെ വണ്ടിയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് കമ്പനി പറയുന്നത്. നമുക്ക് നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 100 ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കോർണറിങ് ലൈക്ക് ചെറുതായിട്ട് അല്ലേ, ഒരു 130 പോയ സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് പോണ പോലത്തെ നാട്ടിൽ എത്ര സ്പീഡിൽ പോകാൻ പറ്റും? അല്ല, ഈ വണ്ടി എടുത്താൽ ഞാൻ എത്ര സ്പീഡിലൊക്കെ അത് കൊണ്ടുപോകുക എന്നുള്ളതും ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓൾഡ് സ്കൂൾ മിനിമൽ കാറാണ് അല്ലേ. വലിയ ടെക്കി ഫീച്ചറുകളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ കോമ്പാക്റ്റ് ആണ് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡാമ്പേഴ്സ് കുറച്ച് വലുതാണ് സസ്പെൻഷൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ഗട്ടറിലൊക്കെ ചാടിയ സമയത്ത് ഫീൽ ചെയ്തതാണ്. ഇപ്പോൾ ഞാനൊരു ഗട്ടർ ആണോ ചാടുമ്പോഴും അങ്ങനെ കാര്യമായിട്ട് അടിക്കുന്ന ഫീലോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കരമായിട്ട് അടിക്കുന്നത്. അപ്പോൾ കൈകളിൽ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടി അടി കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ഘടകമായിട്ട് പറയാം. സസ്പെൻഷൻ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ റൈഡ് ക്വാളിറ്റിയും ഓക്കെയാണ്. അതായത് ബാഡ് അഭിപ്രായമൊന്നുമില്ല. NVH ലെവൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ റൈഡ് ക്വാളിറ്റി എന്നുള്ള ആ ഒരു സാധനത്തിന് മാത്രം എടുത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് നൈസ്. അങ്ങനെ ഒരു ഫീൽ വില വെച്ച് നോക്കുമ്പോൾ അതെ, എന്തായാലും നമ്മൾ പ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യും. ഇതിനെ നമ്മൾ മെർസിഡീസിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് റൈഡ് ചെയ്ത സമയത്ത് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എഞ്ചിൻ അല്ലേ, എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ലിറ്റർ എഞ്ചിനാണ്. അതെ, എന്ത് തോന്നുന്നു എഞ്ചിനെ കുറിച്ച്? എഞ്ചിൻ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ട്. 71 ആണ് ഹോഴ്സ് പവർ തോന്നുന്നില്ലേ? 71 അല്ല, 71 ഡ്രൈവർ ഇതിൽ നമുക്ക് 67 67 ബീച്ച് അത്രയും ഹോഴ്സ് പവർ 67 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. പെട്രോളിലാണ് വരുന്നത്. കമ്പനി അവകാശപ്പെടുന്ന 21 പക്ഷെ നമുക്കിപ്പം 17 കിട്ടി. 69 ആയി. ഒരു പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതിന് കഴിഞ്ഞാലും 17 ഒക്കെ ഓക്കെ ആയിരിക്കും അല്ലേ? ഓ, 70 സെഗ്മെന്റ് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ഡീസന്റ് മൈലേജ് എന്ന് തന്നെ പറയാം. 21 പറയുമ്പോൾ വലിയൊരു ഡിഫറൻസ് നമുക്ക് പറയാനില്ലല്ലോ. എപ്പോഴും നമുക്ക് എനിക്ക് തോന്നുന്നു അധികം വണ്ടിക്ക് ഒരു 5 ഒക്കെ കിട്ടാറുണ്ട് ഡിഫറൻസ് അല്ലേ? ഒരു 5 കിലോമീറ്റർ മൈലേജ് തമ്മിൽ. കാരണം റിയൽ മൈലേജ് എന്ന് പറയുന്ന സമയത്ത് റോഡിന്റെ വേരിയേഷൻസ്, നമ്മുടെ ഡ്രൈവിന്റെ സ്വഭാവം, അതിപ്പോൾ എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടയർ പ്രഷറൊക്കെ വേരി ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ടെസ്റ്റ് ചെയ്യുന്ന ട്രാക്ക് മറ്റേ മെഷീൻ സിസ്റ്റം ഉപയോഗിച്ചൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ RXL ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ വേരിയൻറ്റ് വന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് അതാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അല്ലേ, കളർ 5 ഡ്യുവൽ ടോണിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു വേറൊരു വണ്ടിയിലും അങ്ങനെ അല്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടൂല എന്നുള്ളതാണ്. സാധാരണ ഈ ബഡ്ജറ്റിലൊക്കെ എടുക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവും വലിയ വണ്ടികളൊക്കെ അങ്ങനെ ഒരു ചോയ്സ് നമുക്കില്ലല്ലോ എന്ന് ചിന്തിക്കും. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷിനെ കുറിച്ചും കൂടി പറയാം. ഈ 5 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഓക്കെ ആണല്ലേ? അതെ, ഇന്റീരിയർ ഒക്കെ അതാണ് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് കുറെയൊക്കെ നമുക്ക് ഓക്കെയാണ്. പിന്നെ ഈ ഒരു മോഡലിനാണ് നമുക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന പറയാം. ക്വിഡ് ഇറങ്ങുന്ന സമയത്ത് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ വേറെ ഉണ്ടായില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പൊ നാട്ടിൽ ഒരുപാട് ക്വിഡ് വരുന്നുണ്ട് തോന്നുന്നു. അതെ, പ്രത്യേകിച്ച് അതുകൊണ്ട് അറിഞ്ഞിട്ടാണ് പറയാനോ ആ ഒരു ഓട്ടോമാറ്റിക് ഒക്കെ ഇപ്പോൾ താഴത്തെ വേരിയന്റിൽ കൊണ്ടുവന്നില്ല. കാരണം കൂടുതൽ ആളുകൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ട്. നൈസ്. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ റെനോ ക്വിഡ് എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചുള്ള നമ്മളുടെ അഭിപ്രായം, ഞങ്ങൾ രണ്ടാളുടെയും ഫീഡ്ബാക്സ്.
അങ്ങനെ നമ്മളുടെ 3 ദിവസത്തെ യാത്ര പരിസമാപ്തിയിലേക്ക് കുറിക്കുകയാണ്. ശരിക്കും എൻ്റെ ആയിട്ടില്ല, കുറച്ചും കൂടി ദൂരമുണ്ട്. പക്ഷേ അപ്പോഴേക്ക് ലൈറ്റൊക്കെ ഡൗൺ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പ് എടുക്കുകയാണ്. ഗോവയിൽ മാരിയറ്റിലാണ് നമ്മുടെ സ്റ്റേ. ഫയർഫീൽഡ് എന്താണ് സ്ഥലത്തിൻ്റെ പേര്? കലങ്ങോട്ട് ബീച്ച്, അവിടെയാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടിയുണ്ട്. ശരിക്കും നല്ലൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. റെനോനെ സംബന്ധിച്ചിടത്തോളം കേരളം അവരുടെ നല്ലൊരു മാർക്കറ്റാണ്. ഒരുപാട് വണ്ടികൾ കേരളത്തിൽ വിൽക്കുന്നുണ്ട്. എനിക്കതൊരു ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ് കേരളം എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ അത്രമാത്രം റെനോക്ക് അക്സെപ്റ്റൻസ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് ആളുകൾ റെനോ കൺസിഡറും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ 3 ദിവസം നമ്മൾ 3 വാഹനങ്ങൾ മാറി മാറി ഓടിച്ചു. ഫസ്റ്റ് ദിവസം നമ്മൾ ഓടിച്ച ഡ്രൈവറായിരുന്നു. ഈ 3 യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ടതും ഡ്രൈവറിനെയാണ്. സസ്പെൻഷൻ വൈസ് ആണെങ്കിലും സ്റ്റിയറിംഗ് വൈസ് ആണെങ്കിലും കോർണറിംഗ് സ്റ്റെബിലിറ്റി ആണെങ്കിലും ഒക്കെ ഡ്രൈവർ ഒരു പടി മുന്നിലാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുമ്പോഴും പറയാനുള്ളത്. ഷെഫിൻ എന്താ പറയാനുള്ളത്? തീർച്ചയായും 3 വണ്ടിയിലും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യാത്ര ചെയ്ത് കൈഗറിലായിരുന്നു. കൈഗറിനെ സംബന്ധിച്ചിടത്തോളം കൈഗർ ഓക്കെയാണ് അല്ലേ, ഒരു കോമ്പാക്റ്റ് ആണ് എന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ധാരാളം സ്പേഷ്യസ് ആണ്, ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കിഡിലേക്ക് വരുമ്പോഴും നല്ലൊരു കോമ്പാക്ട് വാഹനമാണ്, നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്, സസ്പെൻഷൻ അടിപൊളിയാണ്, സ്റ്റിയറിംഗ് വീൽ അടിപൊളിയാണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ്. പിന്നെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളിനകത്തും 2024 വന്നപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഭാഗമായിട്ടുള്ള സേഫ്റ്റിയുടെ 15 ഫീച്ചേഴ്സ്, അതായത് പാർക്കിംഗ് സെൻസർ ഒക്കെ അടക്കം 14 to 15 ഫീച്ചറോളം ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഗ്രേഡഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ടച്ച് സ്ക്രീൻ വന്നു, വയർലെസ് ചാർജിങ് വന്നു, 2-3 പുതിയ വേരിയന്റുകൾ വന്നു. അങ്ങനെ കുറേ മാറ്റങ്ങൾ എല്ലാ വാഹനങ്ങളിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ മൊത്തത്തിലൊരു 3 ദിവസത്തെ യാത്ര? എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ആയതുകൊണ്ട് കുറച്ചധികം അതെനിക്കിഷ്ടമായി. കാര്യം പറയും. ഏതായാലും വണ്ടികൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓടിച്ച ഡ്രൈവറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്നാലും എക്സൈറ്റഡ് ആയിരുന്നു. ഡ്രൈവർ ഓടിക്കുമ്പോൾ നമുക്ക് കൈകറി കിട്ടിയിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു പോയപ്പോഴാണ് നമുക്ക് മറ്റന്നായിരുന്നു നല്ലത്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ. പിന്നെ റോഡും പല കണ്ടീഷൻസ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് പക്ക ട്രാഫിക്കിന്റെ ഇടയിലൂടെ, പിന്നെ വഴി തെറ്റി കുറെ ഗ്രാമങ്ങളിലൂടെ പോയതും അതുപോലെ ഹൈ റേഞ്ച് കേറിയിട്ടുണ്ട്, അതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫേസും നമ്മൾ കവർ ചെയ്തു. ഓഫ് റോഡ്സ് കവർ ചെയ്തു, നല്ല ഹൈവേ റോഡുകൾ കവർ ചെയ്തു. ഇപ്പൊ നമ്മളൊരു ഹില്ലാണ്. അങ്ങനെ എല്ലാ വെറൈറ്റി ഫീൽഡിലൂടെയും കടന്നുപോയി. അപ്പം കുറെയൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനം, ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം, ബഡ്ജറ്റീവായിട്ട് അല്ലേ. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ മറ്റുള്ള പല മോഡലിനടുത്തും കിടപിടിക്കാവുന്ന വാഹനങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതും. എല്ലാ ജില്ലയിലും റെനോയുടെ ഷോറൂമുകളുണ്ട്. ഇന്ത്യയിൽ 500-ലധികം ഷോറൂമുകൾ എല്ലായിടത്തും. അപ്പൊ അതൊക്കെ നല്ലതാണ്. ഒരു റെനോ എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു നല്ലൊരു എന്താ പറയാ, ഒരു പുതിയ ലോഗോ വന്നു, കുറെ ഫീച്ചേഴ്സ് ഒക്കെ പുതിയ വന്നു ഒക്കെ പറയുമ്പോൾ നല്ല മാറ്റങ്ങളാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഫോക്കസ് ചെയ്യാൻ പോകുന്നു. അടുത്ത വർഷം പുതിയ 2 വാഹനങ്ങൾ അനൗൺസ് ചെയ്യാൻ പോകുന്നു. അതൊക്കെ പുതിയ എക്സൈറ്റഡ് ആയിട്ടുള്ള വാർത്തകളാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് വിശദമായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഡ്രൈവ് 2024 അല്ലേ, റെനോ മീഡിയ ഡ്രൈവ് 2024 ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങളാണ് സമ്മാനിച്ചത് 3 ദിവസം. ഞങ്ങൾക്കാണെങ്കിലും പേഴ്സണലി അല്ലേ ഒരുപാട് നല്ല മൊമെന്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി 3 മാറി മാറി ഓടിക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ നന്നായിട്ട് ചില്ല് ചെയ്തു. ലൈക്ക് പൂള് അല്ലേ, ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ്, റിസോർട്ടുകളൊക്കെ നല്ല. റെനോ നല്ല രീതിയിലായിരുന്നു ഇത് കണ്ടക്ട് ചെയ്തപ്പോൾ. താങ്ക്സ് ടു റെനോ ടീം. ഞങ്ങളുടെ 2 പേരുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ ഇതിനിടയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം 3 ദിവസം നീണ്ടു നിൽക്കുന്ന റെനോ മീഡിയ ഇവൻറ്റ് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. അത് ആ 3 ദിവസവും മറ്റേ ഇതൊക്കെ കാണിക്കുന്ന പോലെ 24/7 കാണിച്ചാൽ പോലും നിങ്ങൾക്ക് ബോറടിക്കാത്ത സംഭവങ്ങളായിരുന്നു. കാരണം അത്രയും ഫണ്ണായിരുന്നു. പക്ഷേ അതിൻ്റെ ചെറിയ ചെറിയ ഗ്ലിംസും പിന്നെ നമ്മളുടെ ഏരിയ വണ്ടി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്ന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.